ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ തീരാറായി. ഇന്ന് നമ്മൾ ലാസ്റ്റ്, അതായത് നമ്മുടെ എക്സസൈസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യണം. അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ തീരും. ഓക്കെ, പിന്നെ നമ്മുടെ പുതിയ ബുക്കിൽ ചാപ്റ്റേഴ്സാണ് പഠിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയ ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടിയായിരുന്നോ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ ഡ്രിങ്ക് ഈസ് പ്രിപ്പയർഡ് ബൈ മിക്സിംഗ് സാൾട്ട് ആൻഡ് ഷുഗർ to soda water. First question: what are the components of this mixture? Second one: is this drink a homogeneous or heterogeneous mixture? ഇവിടെ യൂസ് ചെയ്യുന്ന കമ്പോണൻസ് ഏതൊക്കെയാണ് നിങ്ങളൊന്ന് പറഞ്ഞേ. എസ്, അതായത് സാൾട്ട്, ഷുഗർ, സോഡ വാട്ടർ. ഈസ് ദിസ് ഡ്രിങ്ക് എ ഹോമോജീനിയസ് ആണോ ഹെട്രോജീനിയസ് ആണോ? യെസ്, ഹോമോജീനിയസ്. നമുക്ക് ആൻസർ നോക്കാം. ദ കമ്പോണൻസ് ആർ സാൾട്ട്, ഷുഗർ ആൻഡ് സോഡ വാട്ടർ. ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് മിക്സ്ചർ. കാരണം എന്നാ? ദ സാൾട്ട്, ഷുഗർ ആൻഡ് സോഡ വാട്ടർ മിക്സ് യൂണിഫോംലി ആൻഡ് ലുക്ക് ദി സെയിം ത്രൂ ഔട്ട്. എല്ലായിടത്തും ഒരുപോലെയായിരിക്കും. അല്ലാണ്ട് ഒരു സ്ഥലത്ത് ടേസ്റ്റ് കൂടുതൽ, വേറൊരു സ്ഥലത്ത് ടേസ്റ്റ് കുറവ്, അങ്ങനെ ഒന്നുമില്ല. ലുക്ക് ദി സെയിം. കാഴ്ചയിലാണെങ്കിലും ഒരുപോലെ മിക്സ് ചെയ്ത്. അപ്പോൾ നിങ്ങളത് പറയുക. അപ്പോൾ കമ്പോണൻസ് എല്ലാവർക്കും ഈസി ആയിട്ട് പറയാൻ പറ്റും. ഹോമോജീനിയസ് ആണോ ഹെട്രോജീനിയസ് ആണോ എന്നുള്ള കാര്യം എളുപ്പമായിട്ട് പറയാമല്ലോ. അപ്പോൾ കാരണം എന്താണ്? ബിക്കോസ് ദേ മിക്സ് യൂണിഫോംലി ആൻഡ് ലുക്ക് ദി സെയിം ത്രൂ ഔട്ട്. ആ രണ്ട് പോയിൻറ്റ്സും പറയാം. ഓക്കെ, ദേ ലുക്ക് ദി സെയിം ത്രൂ ഔട്ട്. എല്ലായിടത്തും ഒരുപോലെ തോന്നിക്കും. അതുപോലെ തന്നെ യൂണിഫോം മിക്സിംഗ് ആണ്. ഒരു സ്ഥലത്ത് ടേസ്റ്റ് കൂടുതൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ടേസ്റ്റ് കുറവ്, അങ്ങനെ ഒന്നുമില്ല. ഓക്കെ ആണോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങളത് പഠിച്ചുല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: 1 spoon of salt is added to a glass of water. There is undissolved salt in the glass. ഓക്കെ, അതായത് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ടു. എന്നിട്ട് എന്താണ്? നമ്മൾ ഇളക്കാനൊന്നും പോയില്ല. അപ്പോൾ അവിടെ എന്താണ്? സാൾട്ട് അൺഡിസോൾവ്ഡ് ആയിട്ട് കിടക്കുകയാണ്. വാട്ട് ഷുഡ് ബി ഡൺ ടു മേക്ക് ഇറ്റ് എ ഹോമോജീനിയസ് മിക്സ്ചർ? ഇതിനെ ഹോമോജീനിയസ് മിക്സ്ചർ ആക്കാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഇപ്പോൾ അതിന് മുന്നേ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ മേലെ അത്ര ഉപ്പ് തോന്നിക്കത്തില്ല, പക്ഷെ അടിയിലേക്ക് ആവുന്തോറും എന്തായിരിക്കും? നല്ല ഉപ്പായിരിക്കും. അപ്പോൾ അതിന് ഹോമോജീനിയസ് മിക്സ്ചർ ആക്കാൻ എന്ത് ചെയ്താൽ മതി? നന്നായിട്ട് ഇളക്കിയാൽ മതിയില്ലേ? അതിന് എന്താ പറയണേ? സ്റ്റിർ. അപ്പോൾ സ്റ്റിർ ദ സൊല്യൂഷൻ വെൽ. ഓക്കെ, ആൻഡ് ഹീറ്റ് ഇറ്റ് സ്ലൈറ്റ്ലി സോ ദാറ്റ് ഓൾ ദ സാൾട്ട് ഡിസോൾവ്സ് കംപ്ലീറ്റ്ലി. ദെൻ ഇറ്റ് ബിക്കംസ് എ ഹോമോജീനിയസ് മിക്സ്ചർ. അപ്പോൾ എന്താണ്? ആ സൊല്യൂഷന് നന്നായിട്ട് എന്ത് ചെയ്യുക? ഇളക്കുക. ഓക്കെ, പിന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഹീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ടേം ഓർത്തിരിക്കുക. സ്റ്റിർ ദ സൊല്യൂഷൻ വെൽ ടു ബിക്കം എ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, ചൂടാക്കണമെന്ന് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. എന്ത് ചെയ്യണം? സ്റ്റിർ ദ സൊല്യൂഷൻ വെൽ. അതായത് ഹീറ്റ് ചെയ്യുമ്പോൾ എന്താണ്? ഇനി എന്തെങ്കിലുമൊക്കെ പാർട്ടിക്കിൾസ് ഇപ്പോൾ അലിയാണ്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? അലിഞ്ഞു പോയിക്കോളും. അതിനു വേണ്ടി അതും കൂടി പറഞ്ഞു. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: എക്സാമിൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് അയൺ, ബ്രാസ്, ഗോൾഡ് ഓർണമെൻറ്റ്, ബ്രോൺസ്, കാർബൺ ഡയോക്സൈഡ് ആൻഡ് അലൂമിനിയം. ടിക്ക് ദ കറക്റ്റ് വൺസ് എമംഗ് ദിസ്. കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്കൊന്ന് ഓരോന്നായിട്ട് വായിക്കാം. ഫസ്റ്റ് വൺ: ഓൾ ദീസ് ആർ നോട്ട് പ്യുവർ സബ്സ്റ്റൻസ്. എല്ലാം പ്യുവർ സബ്സ്റ്റൻസ് അല്ല എന്ന്. അതായത് അയൺ, ബ്രാസ്, ഗോൾഡ് ഓർണമെൻറ്റ്, ബ്രോൺസ്, കാർബൺ ഡയോക്സൈഡ് ആൻഡ് അലൂമിനിയം എല്ലാം എന്താണ്? പ്യുവർ സബ്സ്റ്റൻസാണ്. ഓൾ ദീസ് ആർ നോട്ട് പ്യുവർ സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത് എന്താണ്? തെറ്റാണ്. കാരണം സം ആർ പ്യുവർ. ഓക്കെ, അതായത് നമ്മുടെ അയൺ, ബ്രാസ്, ബ്രോൺസ്, കാർബൺ ഡയോക്സൈഡ്, അലൂമിനിയം ഒക്കെ എന്താണ്? പ്യുവറാണ്. പക്ഷെ ഗോൾഡ് ഓർണമെൻ്റ് എന്തല്ല? പ്യുവറല്ല. പക്ഷെ ഗോൾഡ് എന്താണ്? പ്യുവറാണ്.
ഓക്കെ. ഗോൾഡ് ഓർണമെൻ്റ് എന്ന് പറയുമ്പോൾ അതിൽ എക്സ്ട്രാ സ്റ്റോൺസ് ഒക്കെ വരത്തില്ലേ? ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു മോതിരമാണെങ്കിൽ അതിൽ കല്ലൊക്കെ വരത്തില്ലേ? അപ്പോൾ നമുക്ക് പ്യുവർ ഗോൾഡാന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇനി നെക്സ്റ്റ്, ബ്രാസ്, അയൺ ആൻഡ് ബ്രോൺസ് ആർ മെറ്റാലിക് മിക്സ്ചേഴ്സ്. ശരിയല്ലേ? അപ്പോൾ ബ്രാസ്, അയൺ, ബ്രോൺസ് ഒക്കെ എന്താണ്? മെറ്റാലിക് മിക്സ്ചേഴ്സാണ്. പിന്നെ ഗോൾഡ് ഓർണമെൻറ്റ് ഈസ് എ മിക്സ്ചർ. അത് ശരിയാണ്. ഗോൾഡ് ഓർണമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? മിക്സ്ചറാണ്. ഇനി കാർബൺ ഡയോക്സൈഡ് ആൻഡ് അലൂമിനിയം ആർ പ്യുവർ സബ്സ്റ്റൻസസ്. ശരിയാണ്, രണ്ടും പ്യുവറായിട്ടുള്ള സബ്സ്റ്റൻസാണ്. അപ്പോൾ ഇതുപോലെ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ട് നിങ്ങൾ കറക്റ്റാണോ ഇൻകറക്റ്റാണോ എന്ന് ചോദിക്കും. അപ്പോൾ എന്താണ്, നമ്മൾ ഇതൊക്കെ മുന്നേ പഠിച്ച കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പഠിച്ചാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അതായത് ഓൾമോസ്റ്റ് ഇതും കൂടി 8 ക്ലാസ്സായിട്ട് ഇട്ടിട്ടുണ്ട്. ആ 8 ക്ലാസ്സും ഒത്തിരി ലെങ്ത് കൂടുതലൊന്നുമല്ല. ആ 8 ക്ലാസ്സും ക്ലിയറായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ആ 8 ക്ലാസ് ഒറ്റ വീഡിയോ ആയിട്ട് തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും പഠിക്കുക. ഈ പ്രാവശ്യത്തെ എക്സാമിന് നമുക്ക് എന്ത് ചെയ്യണം? ഫുൾ മാർക്ക് വാങ്ങണം. ഓക്കെ. പിന്നെ നിങ്ങളുടെ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്, മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുമോ? നിങ്ങൾ വൈൻഡപ്പ് ചെയ്യണമെങ്കിൽ മുന്നായിട്ട്. ഉറപ്പാണോ? അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയ ബുക്കിൽ പുതിയ ചാപ്റ്ററായിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ.